എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ എന്നാണ് പോകുന്നത് സൊളന്റ് 2 എന്നാണിവിടെ എപ്പിസോഡ് 37 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ യുഹാവോ അസോൾബോണ് അത് കംപ്ലീറ്റ് ആയി, അതുപോലെ 30 ലെവലുമായി എന്ന് പറയുമ്പോഴാണ് ആ വോയിസ് യുവാനോട് പുറത്തു വരാൻ കാലാവസ്ഥ മാറാനും തുടങ്ങുന്നത്. യുഹാവ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് അവരെ നോക്കിക്കോളും. ആ ഷിറക്കിലെ ഗിൽഡേഴ്സ് അവരെ അങ്ങോട്ട് പോയി നിൽക്കുന്നു. വരുന്നത് ആരാണെന്നാൽ ബോഡി സെക്റ്റിലെ ആൾക്കാരാണ്. ന്യൂ ഷിറക്ക് വന്ന് അതുപോലെ ബാക്കിയുള്ളവരോട് എല്ലാവരോടും പോകാനേറ്റം പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ബാക്കിയുള്ളവരും യുവാൻ അവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ടൊരാൾ വരുന്നു. അതാണ് ബോഡി സെക്ട് ലീഡറായ ഗോബൂസി. ഇതാരുടെ ഡൂബു ബോയ. യുവാൻ ഡുബൂസിയോട് ഡുബുസിയ എന്തുവരാണ് ഷ്രക്വയ്ക്ക് വാറിന് വന്നതാണ് എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതിരി, യുഹാവോനെ കൊണ്ടുപോകാൻ വന്നതാണ് എന്നാണ് പറയുന്നത്. അത് യുഹാവോ പറയുമ്പോൾ മോയനെപ്പോൾ ആ വോയിസ് അത് ബോഡി സെക്ട് ലീഡറാണ്. ബോഡി സെക്ട് എപ്പോഴും അഹങ്കാരം എന്ന് പറഞ്ഞ ഒരു സെക്റ്റാണ്. എന്നാൽ അവരുടെ സെക്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഉള്ളവർ ആ സെക്റ്റിനെ എക്സ്ട്രീമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. യുഹാവന്റെ മാർഷൽസോട് അത് സ്പിരിറ്റാണല്ലോ, സ്പിരിറ്റായി ബോഡി സെക്റ്റാണ്. ബോഡി ടൈപ്പ് ആയവരെ കണ്ടെത്തി കൾട്ട് വെച്ച് ചെയ്യിപ്പിക്കും. സെക്കൻഡ് അവേക്കനിങ് ചെയ്യും. അത് കേട്ട് ഷോക്കായി പോയി. അങ്ങനെ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അങ്ങനെയായാൽ അയാളുടെ പവർ എന്നത് വിചാരിക്കുന്നതിലും അധികമാണ്. ഇങ്ങനെയുള്ള മാർഷൽസോട് ഓർഡിനറി മാർഷൽസോട് നിന്ന് വ്യത്യാസമാണ്. ഡൂബുസിയുടെ മാർഷൽസോട് ബോഡി ടൈപ്പാണ്. അതുപോലെ 98 ലെവല് 3 റെഡ് ഗ്രാൻഡ് സൊളന്റ് മാസ്റ്റർ. അവനോട് ജോയിൻ ചെയ്ത വളരെയധികം വിചാരിക്കുന്നതിൽ സ്ട്രോങ് ആകാം. നീ ചേരുന്നു എന്നാൽ അവൻ ഷ്രക്കിലാണ്, അവൻ്റെ വീട് ടാസറ്റാണ് അവൻ്റെ സെക്ട് എന്ന് പറയുകയാണ്. അവന് പോകാൻ താല്പര്യമില്ല. അവിടെ ആകട്ടെ ഒരു ഫൈറ്റിന് തുടക്കമായി. യുവാൻ മാർഷൽ സോൾഡ് എടുത്ത് 98 ലെവലിൽ ഒരു റെഡ് സോൾഡറിന് ഗ്രാൻഡ് സോൾഡറിന്റെ മാസ്റ്റർ രണ്ടുപേരും നേരെ ഓടി വരുന്നു. അങ്ങനെ അത് കൂട്ടിയിടിച്ച് അവർ രണ്ടുപേരും പിറകോട്ട് പോയി. അതിന്റെ പവറിലോ അവിടെ ഉള്ളവരും നിനക്ക് എനിക്ക് സെയിം ലെവലാണ്, എന്നാൽ 2 സോൾഡറിന് റെഡ് അതിന് കൂടുതലുണ്ട്. അപ്പോഴാണ് സീഗോഡ് ലൈറ്റ് വരുന്നത്. ഡുബൂസിന്റെ മുൻപിലായിട്ട് ഡ്രാഗൺ കോഡ് ഡൊളുകു ആയ മൂയൻ വന്നു നിൽക്കുന്നു. നിങ്ങൾ ഡെഡായില്ലേ? പാസ്റ്റിലെ കാര്യങ്ങൾ അവർ ചാരമാണ്. മരണമോ ജീവിതമോ പറയേണ്ട ആവശ്യമില്ല. നിനക്കറിയാത്തൊരു കാര്യം പറയാം. യുഹാവോ അവ എൻ്റെ ഡിസിബിളാണ്. അവ ഷ്രക്കിൽ നിൽക്കാൻ തീരുമാനിച്ചു. നിനക്ക് എന്നെ എതിർത്തിട്ട് അവനെ കൊണ്ടുപോകാൻ കഴിയുമെന്നാണോ എന്ന് ചോദിക്കണം. മൂയനൊരു ഡ്രാഗൺ കോഡ് ഡൊളുക 99 ഹാഫ് ഗോഡാണ്, ഹാഫ് ഗോഡ്. അതുകൊണ്ട് തന്നെ കഴിയില്ല. അവിടുന്ന് ഞാൻ ഇനിയും വരും എന്ന് പറഞ്ഞിട്ട് പോകുന്നു. മല പോലെ വന്നത് എലി പോലെ പോയിന്ന്. ബാക്കിയുള്ളവരോട് ആൾക്കാരുടെ കാര്യം അത് നോക്കാനായിട്ടും പറഞ്ഞിട്ട് യുവാനോട് അകത്തോട്ട് വരാനും പറയുന്നു. അകത്ത് മൂയൻ ബോഡി സെറ്റ് അവർക്ക് സ്വന്തമായിട്ട് കഴിവ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അറഗൻ്റായിട്ട് ഇവിടെ വന്നിട്ട് പോയത് ഒട്ട് പിടിക്കാത്ത പോലെയാണ് യുവാൻ പറയുന്നത്. മൂയൻ അപ്പോഴാണ് പറയുന്നത് മുൻപത്തെ ആളുമായിട്ട് ഫൈറ്റ് ചെയ്തിരുന്നു, ലക്കിനാണെന്ന് ജയിച്ചത്. എന്നാൽ നല്ല മണ്ണുള്ളിൽ ഇഞ്ചുറി ആയിരുന്നു. ഈ ഡ്രാഗൺ കോഡ് ഇട്ടുള്ളൂ ഇനി മുൻപത്തെ പോലെ പവർഫുൾ ആകില്ല. അങ്ങനെ പറയല്ലേ, നിങ്ങളാണ് ഷ്രക്കിന്റെ ഡിവൈൻ ലൈറ്റ് എന്ന് പറയുമ്പോൾ എന്നാൽ മൂയൻ ഒരു മനുഷ്യന് അന്ത്യമുണ്ട്, എൻ്റേത് അടുത്തതുപോലെ. പേടിക്കേണ്ട, അത്ര പെട്ടെന്ന് ഞാൻ പോവില്ല. യുഹാവനെ വിളിച്ചിട്ട് നിന്നെ ആദ്യം കണ്ടപ്പോൾ നിന്റെ ഉള്ളിലെ സങ്കടം, നിനക്ക് പാസ്റ്റിൽ നല്ല ഒരു കഷ്ടപ്പെട്ട ഒരു സ്റ്റോറി ഉണ്ടായിരുന്നെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. നിന്റെ കണ്ണിലൂടെ അത് ക്ലിയർ ആയിട്ട് കാണാൻ കഴിഞ്ഞു. ഇപ്പോഴാണത് പയ്യെ മാറി എന്ന് പറഞ്ഞിട്ട് അവനാണ് ഫേവറേറ്റ് സ്റ്റുഡൻ്റ് എന്ന് അവൻ ഇനി മുതൽ ഡിസിപ്ലിനായിട്ട് ഏറ്റെടുത്തു എന്ന് പറയുന്നു. അത് കേട്ട് അവനും വിശ്വസിക്കാനില്ല. അവന് നന്ദി പറഞ്ഞ് തല വണങ്ങുന്നു. അവൻ ആ വേദന മാറാൻ കാരണം ഈ വീടാണ്. അവൻ ഇവിടെ വന്നത് മുതലുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ചു. ഡുബൂസിയോട് പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ ഡിസിപ്ലിനാണ്, അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കില്ല. അവന് സങ്കടമായി. അതുപോലെ ശൗശവിനെ വിളിച്ചിട്ട് യുവാനായിരിക്കും നിന്റെ ഡിസിപ്ലിൻ, കാരണം ഡിഫൻസ് ടൈപ്പാണ്. വാങ്ഡോങ് ലൈറ്റ് ആട്രിബ്യൂട്ട്സ് ആണ്, നീ ഡിസിപ്ലൈ എന്നാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് അൺഫെയർ ആണ്. യുഹാവ ലൈറ്റ് ആട്രിബ്യൂട്ട്സ് പോലും അല്ലാത്ത എന്നിട്ട് പോലും അവനെ ഡിസിപ്ലാക്കി. കാരണം ഡ്രാഗൺ കൂട്ടിട്ടുള്ളൂ മൂയ ഒരു ലൈറ്റിന്റെ പവേഴ്സ് കൂടിയാണ്. എനിക്ക് 2 ഡിസിപ്ലൈറ്റ് കൂട്ടാം. അത് കേട്ട് ഹാപ്പി ആയിട്ട് അവളും വന്ന് വാങ്ഡോങ് വന്ന് തലവണങ്ങി. മൂയൻ അപ്പോഴാണ് ഇന്ന് ബിസിയാണല്ലോ, ഒരു ഫ്രണ്ട് പിന്നെ ഇവിടെ വന്നേക്കുന്നു, ആരെന്ന് നോക്കണ്ട അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറയുകയാണ്. അതുപോലെ നോർത്ത് സിറ്റി ഗേറ്റിലേക്ക് ലിൻ മറ്റേ സോൾ ഗൈഡിങ്ങിലെ ഡീനോടൊക്കെ പറയാനായിട്ടും പറഞ്ഞ് വിട്ടു. ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പോയി. അവിടെ ഉള്ള ഷീൽഡ് അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് കാണുന്നത് അവിടെ വന്നേക്കുന്നത് ജിങ്മിങ്, ഈ മെങ്ഡി ഹാളിലെ മാസ്റ്റർ, മറ്റേ ഷൗമിങ്ങിൻ്റെയൊക്കെ ഗ്രാൻഡ് പാ. ജിങ്ങിനാണെങ്കിൽ അതിശയം അകത്തോട്ട് വരാൻ പറഞ്ഞത് കേട്ടു. മോയിനെ കണ്ടിട്ട് സീഗോഡ് പവലിയൻ ചീഫ് ആരാണ് സീനിയർ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെയാണ് ഡ്രാഗൺ കോട്ട് ഇട്ട് കൊടുക്കുക. അത് കേട്ട റെസ്പെക്റ്റ് വെങ്കടേഹാളിൽ നിന്നാണ് എന്നുകൂടി പറയുന്നു. നീ വന്നത് ജഡ്ജ്മെന്റ് സോഡിനില്ലേ, ഇത് കാരണം എൻ്റെ ഡിസിപ്ലിൻ ലൈഫ് ഡേഞ്ചറിലാക്കി, അതുകൊണ്ട് തന്നെ ഇത് തരാൻ കഴിയില്ല, അല്ലെങ്കിൽ നീ ഇത് ഹീൽ ചെയ്യണം, അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പറയുകയും ചെയ്തു. മോയൻ സ്പിരിറ്റ് പവേഴ്സ് മാത്രം ഉപയോഗിച്ചാണ് പോകുന്നത്. അതിന് കാരണം മോയൻ എത്രമാത്രം വീക്കാണ് എന്നത് മനസ്സിലാകാതെ ഇരിക്കാനാകണം.
അതോ വേറെ എന്തെങ്കിലുമോ? എന്നിരുന്നാലും ഡോറ് തുറന്ന് വരുമ്പോഴാണ് ഷവോമി അവൾ ആകെ മാറിപ്പോയി. കാരണം മാർഷൽ സോൾ മ്യൂട്ടേറ്റഡ് ആയി. അത് മുൻപൊരു എപ്പിസോഡിൽ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജിങ് വന്നിട്ട് കാര്യങ്ങൾ പറയുന്നു, ഇത് ജഡ്ജ്മെന്റ് സോഡ് വഴി ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ആക്കുകയാണെങ്കിൽ ബോഡി ഡിസ്ട്രോയ് ആയി പോകും, ഹീലാണ് ഒരു മാർഗം. അതെല്ലാം കേട്ട് അവർക്കാകട്ടെ നിരാശയായി. അങ്ങനെ എനിക്ക് സോഡ് തരാൻ കഴിയില്ല, പോകാം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ജിങ് അവിടെ എന്തെങ്കിലും വേലത്തരം കാണിച്ചു എന്ന് അറിയില്ല. പിന്നെ മോയൻ ചോദിക്കുന്നത് സീഗോഡ് പൗലിയനാണ് മെൽഡി ഹാളാണോ സ്ട്രോങ് അതോ വീക്ക്? അതിന് ജിങ് സീഗോഡ് പൗലിയനെ പറ്റി എനിക്ക് അത്ര അറിയില്ല, എങ്കിലും യുവാനെ എടുക്കുകയാണെങ്കിൽ 100 മീറ്റർ ഫൈറ്റിൽ യുവാൻ ചെയ്യും. ദൂരം കൂടുന്തോറും ജയത്തിന്റെ സാധ്യത കുറയും. 10,000 മീറ്റർ ഒക്കെ ആണെങ്കിൽ എനിക്കുറപ്പുണ്ട് ഞാൻ ചെയ്യും. ഇനി ഒരു വാറുണ്ടായാൽ മെൽഡി ഹാൾ ഉറപ്പായും ചെയ്യും. കാരണം അത്രത്തോളം പവർഫുൾ ആയ സോൾ ഗൈഡിങ് ടൂൾ ഉണ്ട് എന്ന രീതിയിൽ പറയുമ്പോൾ അത്ര കോൺഫിഡൻസ് ആണല്ലേ എന്ന മോയൽ. ഞാൻ മുൻപ് മെൽഡി ഹാൾ വിസിറ്റ് ചെയ്തപ്പോൾ കണ്ടു. ഞാൻ ഇമാജിൻ ചെയ്തതിനേക്കാൾ കഴിയാത്ത അത്ര പവർഫുള്ളായ സോൾ ഗൈഡിങ് ആണ്. അതിലെന്താണെന്ന് നോക്കിയാൽ അത്രയൊക്കെ ഡെവലപ്പ് ടെക്നോളജി പവർഫുൾ സോൾ ഗൈഡിങ് ഉണ്ടായിട്ട് പോലും പുറത്തുനിന്ന് ഒരാൾ വന്ന് കണ്ടിട്ട് പോയി. അത് മനസ്സിലായിട്ട് പോലും ഇല്ലാതെ ആർക്കും തന്നെ അത് മനസ്സിലായില്ല. അത് കേട്ട് ഷോക്കായി പോവുകയാണ് ജിങ്. ഒരു ദിവസം സോൾ മാസ്റ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തേക്കാം, ജസ്റ്റ് ലൈക്ക് ടാങ്ക് സെറ്റ് വെപ്പണിനെ സോൾ ഗൈഡിങ് റീപ്ലേസ് ചെയ്തതുപോലെ. ജിങ് ആണെങ്കിൽ അന്ന് പറഞ്ഞ സ്റ്റുഡൻസിനെ റീപ്ലേസ് ചെയ്യുന്നത് എനിക്ക് സമ്മതമാണ്. നിങ്ങളുടെ അക്കാഡമിയിലെ സ്റ്റുഡൻസിന് അവരുടെ സേഫ്റ്റി ഞാൻ വാക്ക് തരുന്നു, ഞാൻ ഒന്നും മറയ്ക്കുന്നില്ല. അതിന് മുഴുവൻ ഷവോമിങ് അവളുടെ പോയിസൺ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. അവളെ റീപ്ലേസ് ചെയ്യാനാണ് പറയുന്നത്, പകരമായിട്ട് എൻ്റെ ഡിസിപ്ലൈ യുഹാവോനെന്ന് ഇവൻ നിന്റെ സ്റ്റുഡൻ്റ് ആയിട്ട് മാറും. അതും കൂടി പറയുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട്, ഒരു സോൾ ടൂള് 9th ലെവൽ സോൾ ടൂള് അത് യുഹാവോന് കൊടുക്കുകയാണ്. ഇതിൻ്റെ പേരാണ് എന്തോന്ന് പറയുന്നുണ്ട്, ഒരു പ്രൊട്ടക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്, നിങ്ങളുടെ സ്റ്റുഡൻറ്റിന് കൊടുക്കുന്നു. ഇതൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് കരുതിയാൽ മതി, ഞാൻ പോകുന്നു, എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാം എന്ന് പറഞ്ഞ് പോകുകയാണ്. അപ്പോഴാണ് അങ്ങോട്ട് സോൾ ഗൈഡിങ്ങിലെ ഡീനും മറ്റേ ആളുടെ പേര് മറന്നല്ലോ ചോദിക്കുന്നത് സക്സസ് ആയെന്ന്. അത് സംഭവം മറ്റൊരു സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് ടൂള് ഉണ്ടാക്കുന്ന പ്ലാനിലായിരുന്നു. മോയിൻ അത് മുൻപ് മനസ്സിലാക്കിയിരുന്നു, എന്തിന് ഷ്രിക്കിനെ അറ്റാക്ക് ചെയ്യാൻ തന്നെ. എന്നാൽ അത് നടന്നില്ല. അതുപോലെ ലെവൽ 8, 9 ഉള്ള കാനോൺ ഷ്രിക്ക് സിറ്റിയെ ടാർഗറ്റ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കഴിഞ്ഞ് അത് കുറച്ച് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ മോയിനോട് ദേഷ്യമായി കാണണം, നമ്മുടെ മരണം തൊട്ടടുത്ത് എന്ന് വാങ്ങിട്ടൊന്ന് അങ്ങോട്ടാണല്ലോ പോകേണ്ടത് എന്ന മൈൻഡിലാണ് യുഹാവോ. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്ന. അടുത്ത എന്താകുന്നത് അടുത്ത വീക്ക്, അടുത്ത തിങ്കളാഴ്ച അറിയാം. ഓക്കെ, ബൈ.